കിട്ടിയോ? കിട്ടിയോ? ഉറക്കം വരുന്നോ? ഇല്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സ്ക്രിപ്ചറിനെ കുറിച്ചുള്ള ആ പ്രസന്റേഷൻ അവസാനിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. 2 ടൈപ്പ് റീഡിങ് വേണം ബൈബിളിൽ. ഒന്ന് മെഡിറ്റേറ്റീവ് റീഡിങ്, രണ്ടാമത്തേത് ക്രിട്ടിക്കൽ റീഡിങ്. ഇപ്പം എല്ലാവരും ആദ്യം ക്രിട്ടിക്കൽ റീഡിങ് കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്ത് ക്രിട്ടിക്കൽ റീഡിങ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. ബട്ട് ദ പർപ്പസ് ഈസ് ദ മെഡിറ്റേറ്റീവ് റീഡിങ്. ദൈവവചനത്തിൻ്റെ പഠനവും ധ്യാനവുമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിട്ടിക്കലായിട്ടൊക്കെ പഠിച്ചു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു മെഡിറ്റേറ്റീവ് റീഡിങ് പ്രാക്ടീസ് ചെയ്യും. വേദപുസ്തകത്തിൻ്റെ ധ്യാനാത്മകമായ വായന. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനത്തെ ഉള്ളിൽ കിട്ടുകയും. ക്രിട്ടിക്കൽ റീഡിങ്ങിൽ തലേ മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫെയ്ത്ത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫെയ്ത്ത് എപ്പോഴും ഹൃദയത്തില്ല. അതിനർത്ഥം തല ഉപയോഗിക്കേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഫെയ്ത്തിന് ഒരു റീസണിങ്ങും റാഷണൽ ആസ്പെക്റ്റും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഫെയ്ത്ത് ഈസ് ഫ്രം ദ ഹാർട്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു മെഡിറ്റേറ്റീവ് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും വേദപുസ്തകം വായിക്കണം. എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിച്ച് തീർക്കാൻ വേണ്ടി പറയുകയല്ല, പക്ഷെ എങ്കിലും വേദപുസ്തകം വായിച്ച് തീർക്കണം. കാരണം ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പേഴ്സണൽ ലെറ്ററാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ഒരു പേഴ്സണൽ ലെറ്ററാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കണം. എൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. കൊച്ചു പിള്ളേരോട് പറയുന്ന പോലെ എങ്ങനെയാണ് പറയുന്നത്? സ്റ്റാൻഡപ്പ്, ലെഫ്റ്റ് ടേൺ, റൈറ്റ് ടേൺ, വേണ്ട, വേണോ? ഉറക്കമുണ്ടോ? അപ്പോൾ ഇരിക്കും. എത്ര സമയമുണ്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻസ്? 10 minutes, 15 minutes? എളുപ്പം ചോദ്യം, ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്. Your Grace, question is about the position we give to scriptures. I've always felt that our church has an evolving interpretation of the Bible, especially when it, based on our cultural growth and the way we think. So during the teenagers conference, we talked about certain things about homosexuality and everything, saying that is based on the scriptures. Doesn't make sense. So here, scripture is an authoritative, a source. But when we talk about the position of women, for example, when you read certain parts of the Bible, especially Pauline epistles, we feel that, okay, maybe this is a bit too much, it is regressive, it is not matching with our cultural beliefs today, but what position we give to women in our church also today. So is it open to evolution, that our interpretation of the Bible or the authoritative position we give to the Bible? ഈ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് ഇത്രയും ചർച്ചസ് ഉണ്ടായി. ഓൺലി വൺ ക്രൈസ്റ്റ്, വൺ ബൈബിൾ. The interpretation made all these churches. So when you interpret the Bible, you should interpret the Bible according to the doctrines of the church. Otherwise you are going to create another church. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും, particularly when you interpret, preach the Bible in public, it should not contradict the doctrines and the theology of the church. പിന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞതിനകത്ത് എല്ലാം ബിബ്ലിക്കൽ തന്നെയാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദ ബൈബിൾ ടീച്ചിങ് വി കനോട്ട് ഡിവിയേറ്റ്. അപ്പോൾ കൾച്ചർ അനുസരിച്ച് ഇത് മാറ്റാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നേരിട്ട് ഞാൻ പ്രാക്ടിക്കലി ഫേസ് ചെയ്ത് പറഞ്ഞതാണ്. when I was serving in America, Chicago church, അവിടെ ഒരു കല്യാണം വന്നപ്പോൾ മണവാളിനും മണവാട്ടിയും എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ 2 അച്ഛന്മാരാണ്. അപ്പോൾ അവർ വന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്, ക്യാൻ വി ചേഞ്ച് ദ എപ്പിസിൽ ഓഫ് റീഡിങ് പോർഷൻ ഓഫ് ദ എപ്പിസിൽ ടു എ ഡിഫറെൻറ്റ് പോർഷൻ? ബിക്കോസ് ഞാൻ ചോദിച്ചു അതെന്താ പറ്റി? അത് വായിച്ചാൽ വിമൻ എല്ലാം പുരുഷൻ്റെ അടിമയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, അതുകൊണ്ട് അത് മാറ്റി വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ കനോട്ട് ഡു ദാറ്റ്.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള, പോളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിന് മുമ്പ് പോകേണ്ടത് എവിടെ പോകണം? ഗോസ്പലിൽ പോകണം. സോ അവർ ഫസ്റ്റ് പ്രിഫറൻസ്, നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് ഏതാണ്? വാട്ട് ജീസസ് ടോട്ട് us. അപ്പോൾ യേശുക്രിസ്തുവിന് വിമനുമായിട്ടുള്ള പിന്നെ യേശുക്രിസ്തു എങ്ങനെയാണ് വിമനെ റെസ്പെക്ട് ചെയ്തതെന്നുള്ളത് ഗോസ്പലിലുണ്ട്. ദേ വർ ഓൾവേസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അവിടെ വരുന്നോണ്ടാണ് കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളോടും പറയുകയാണ്. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് വിമനെ ഓർഡൈൻ ചെയ്യാത്തതെന്ന് കുട്ടികൾ ചോദിച്ചത്. അപ്പോൾ അതിന് നമുക്കുള്ള ഒരു അൺനോൺ റീസണാണ്. യേശുക്രിസ്തു വരുന്ന ഏറ്റവും വലിയ റവല്യൂഷണറി. ആ സമയത്തെ ഗുരുക്കന്മാരിൽ, ടീച്ചേഴ്സിൽ ഇതുപോലെ എന്നാ പറഞ്ഞ ഫോർവേഡ് തോട്ട്സും ആക്ഷൻസും ഉള്ള ഒരു ഗുരു വേറെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് സ്ത്രീകളെ കാണുക പോലും ചെയ്യാത്ത ഗുരു സ്ത്രീകളുടെ കൂട്ടത്തിൽ നടക്കുകയും ചരിക്കുകയും ഒക്കെ ചെയ്തു. ബട്ട് 2 incidents we do not know what was the reason. First one is when he selected apostles, he didn't choose a woman. When he established the Holy Kurbana, he didn't choose or he didn't invite a woman. We do not know the reason, but we follow the same tradition of the early church. അതല്ലാതെ യേശുക്രിസ്തു സ്ത്രീകൾക്ക് കൊടുത്ത അതേ സ്ഥാനം സഭയിൽ വരേണ്ടതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല, കൾച്ചറലി ബയാസ്ഡ് ആയിപ്പോയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്ലോലി ഈ പറയുന്ന കുറേ പാർട്ടിസിപ്പേഷൻ നടന്നത്. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഡിനേഷൻ തരാമോ എന്ന്. ഒക്കത്തില്ല. ഓർഡിനേഷനെ കുറിച്ച്, സ്ത്രീകളുടെ ഓർഡിനേഷനെ കുറിച്ച് ഒരു ഡിസ്കഷൻ കഴിഞ്ഞ സിനഡിലുണ്ടായിരുന്നു. നമുക്കറിയാം 3 ഓർഡേഴ്സാണ് ഓർഡിനേഷനിൽ നമുക്ക് സഭയിലുള്ള. ഒന്ന് എപ്പിസ്കോപ്പ അല്ലെങ്കിൽ തിരുമേനി, ബിഷപ്പ്. രണ്ടാമത്തേത് പ്രീസ്റ്റ്. മൂന്നാമത്തേത് ഡീക്കൻ. അതിന് ശേഷമുള്ള മൈനർ ഓർഡേഴ്സ് ഉണ്ട്. അതാണ് ഈ ഔപദീകനോ കോറുയോ എന്നൊക്കെ പറയുന്നത്. When you look into the history of the church, we see minor orders among the women. And that was particularly for the baptism of women into the church. അവിടെ ഹെൽപ്പ് ചെയ്യാനാണ്. ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്കഷൻ, പഠനം ഇപ്പോൾ സുനോദോസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മാത്രമായിട്ട് അത് ചെയ്യാനൊക്കത്തില്ല. വി കനോട്ട് ഏലിയനേറ്റ് അവേഴ്സൽസ് ഫ്രം ദ ഓർത്തഡോക്സ് ഫാമിലി. അപ്പോൾ അതോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മേ ബി ഇൻ ദ ഫ്യൂച്ചർ വി വിൽ ഹാവ് ദ മൈനർ ഓർഡേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ ഓർഡിനേഷൻ. അതുവരെ നമ്മുടെ സഭ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ ഇപ്പോൾ പാരീഷ് ലെവലിൽ എല്ലാം വന്നിട്ടുണ്ട്. അതിനെ സ്ത്രീകൾ വേണ്ടെന്നാണ് പലയിടത്തും പറയുന്നത്. ഇവിടെയൊക്കെ പേരിന് വേണ്ടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്. മാനേജിങ് കമ്മിറ്റിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരണോ വേണ്ട എന്നുള്ള ഡിസ്കഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പുരുഷന്മാർ വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും, ബട്ട് വി സ്റ്റാർട്ടഡ് തിങ്കിങ്. സുനോസിൽ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടായിട്ടുണ്ട്. ഇടവക മാനേജിങ് കമ്മിറ്റിയിലല്ല, സഭാ മാനേജിങ് കമ്മിറ്റിയിലേക്ക്. ഇടവക മാനേജിങ് കമ്മിറ്റിയിൽ നിങ്ങൾ ട്രസ്റ്റി സെക്രട്ടറി ഒക്കെ ആവുമല്ലോ. എനിക്ക് ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ വുമൺ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, 2 പള്ളിയിലുണ്ടായിരുന്നല്ലോ. സെക്രട്ടറി ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ചോദ്യത്തിൻ്റെ ഉത്തരവ് ഇതാണ്. According to the teachings of Jesus Christ, he accommodated and participated women as much as he can. അതുപോലെ പോകാമെന്നാണ് എൻ്റെ അഭിപ്രായം. അതങ്ങനെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് തന്നെ തിരി കത്തിച്ചപ്പോഴേ ഒരു സ്ത്രീ കത്തിക്കാഞ്ഞതുകൊണ്ടാണ് ഞാൻ അടുത്ത് നിന്ന് സുജയ് വിളിച്ച് കത്തിക്കാൻ പറഞ്ഞത്. അവിടെ കത്തിച്ചു വന്നപ്പോൾ എല്ലാം പുരുഷന്മാരെ കത്തിച്ചു, ഞാൻ ഉൾപ്പെടെ. ഒരു സ്ത്രീയെല്ലാം കത്തിക്കണ്ടേ? അഭിമന്യ തിരുമനസിന്റെ അനുഭവത്തോടുകൂടെ ചോദ്യങ്ങൾ വളരെ ലളിതമാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. കൂടുതൽ ചോദ്യങ്ങളും ഉണ്ടാകും. തിരുമേനി, താങ്ക് യു ഫോർ ദ ക്ലാസ്. എനിക്ക് ചോദിക്കാനുള്ളത് മുമ്പ് ചോദിച്ച ചോദ്യം ഒരു കണ്ടിന്യൂഷൻ പോലെയാണ്. വി കൺസിഡർ ബൈബിൾ ആസ് എൻ അതോറിറ്റി. കാരണം നമ്മുടെ സഭയുടെ പഠിപ്പിക്കലും ബാക്കിയെല്ലാം നമ്മൾ ബൈബിളോട് അലൈൻ ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ബുക്കുകൾ എഴുതുന്നതും പഠിപ്പിക്കലും എല്ലാം നടത്തുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഓൾസോ നോ ദാറ്റ് there are contradictions in the Bible. So how can we consider Bible as a inspired by Holy Spirit and an authority? Yes, it is word of God inspired by the Holy Spirit, written by the human beings. ഇതാണ് നമുക്ക്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ റൈറ്റിങ്ങിൽ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം.
feeding of the 5,000. Jesus Christ blessed the bread, multiplied and gave to women, men and children. But the gospel writer counted only men. Why? That is the cultural influence. അതിനൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ അറിയാം, സെർമൺ ഓൺ ദ മൗണ്ടും ഉണ്ട്, സെർമൺ ഓൺ ദ പ്ലെയിനും ഉണ്ട്, ഗ്രൗണ്ടും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നടന്നാണോ എന്ന് നമുക്ക് ചോദിക്കാം. ഇതിനൊന്നും ക്ലിയർ ആയിട്ടൊരു ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചിലർ പറയുന്നുണ്ട് ഇത് രണ്ടും നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ലൂക്കിന്റെ കോണ്ടെക്സ്റ്റിൽ അത് സാധാരണക്കാർക്ക് വേണ്ടി കൂടെ. മറ്റേന്താണ്, ഇറ്റ് ഈസ് ദ ജൂയിഷ് ഹീബ്രൂ ട്രഡീഷൻ ദാറ്റ് ഗുരു ഈസ് സിറ്റിംഗ് അപ്പ് അബവ് ആൻഡ് ദ പീപ്പിൾ ആർ സിറ്റിംഗ് ഡൗൺ. പക്ഷെ ലൂക്ക് വരുന്നുണ്ട് ദാറ്റ് ഗോസ്പൽ വാസ് റിട്ടൺ ഫോർ ദ ജെൻഡൈൽ ക്രിസ്ത്യൻസ് പർട്ടിക്കുലർലി. അപ്പൊ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതല്ലാതെ കോൺട്രഡിക്ഷൻ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാമോ എന്ന് ഐ ഡൗട്ട്. അവിടെ രണ്ട് എഴുന്നേറ്റായിരുന്നല്ലോ, മുമ്പുണ്ടോ? തിരുമേനി, അപ്പൊ ഈ സെയിം ആസ്പെക്ട്സ് തന്നെ ആയിരിക്കത്തില്ലേ ഈ ശിഷ്യന്മാരുടെ കാര്യത്തിലും വന്നിട്ടുണ്ടാകുക എന്നുള്ളതാണ്. അന്നത്തെ ട്രഡീഷൻ അനുസരിച്ച് ബോയ്സ് മെൻ പീപ്പിളിന്റെ പേര് മാത്രമേ പരാമർശിച്ചിട്ടുണ്ടാവുള്ളൂ. ഇവിടെയാണ് നമ്മൾ പെട്രസ്റ്റിക്സ് റെഫറൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കുന്നവർക്കറിയാം, പ്രീ നൈഷ്യൻ ഫാദേഴ്സ് ആൻഡ് പോസ്റ്റ് നൈഷ്യൻ ഫാദേഴ്സ് എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ഹ്യൂജ് ഓഷ്യൻ ഓഫ് ഏരിയ. ഇവിടെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് എന്തായിരുന്നു ആദിമ നൂറ്റാണ്ടിൽ അപ്പോൾ നടന്നുകൊണ്ടിരുന്നതെന്ന്. ആദിമ നൂറ്റാണ്ടിലെ പിതാക്കന്മാരുടെ എഴുത്തുകളിലെങ്ങും അപ്പം അത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത് ഫോളോ ചെയ്തുകൊണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് സോഴ്സ് ബൈബിളാണ്. അതിനുശേഷം തൊട്ട ലെയറിലാണ് ഈ പിതാക്കന്മാരുടെ ഇതിനെക്കുറിച്ചുള്ള എഴുത്തുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നു, ഇഫ് പോസിബിൾ നിങ്ങൾ പഠിക്കണം പ്രീ നൈഷ്യൻ ഫാദേഴ്സ്, പോസ്റ്റ് നൈഷ്യൻ ഫാദേഴ്സ്. ഇതെല്ലാം ഒന്ന് വായിക്കാനായിട്ട് സാധിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കാര്യങ്ങളിൽ കുറെ കൂടെ ക്ലാരിറ്റി കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൽ മാത്രം കാരണം എന്താണെന്ന് വെച്ചാൽ ബൈബിളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ വാക്യം പറയുന്നത് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ട് ദൈവം മശിഹയാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ചെയ്തതും പറഞ്ഞതായ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ ഇതിലെങ്ങും അപ്പോൾ എല്ലാം ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. വേണ്ട കാര്യങ്ങൾ മശിഹായാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. അതുകൊണ്ട് എന്നോട് ചിലർ ചോദിച്ചു, കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഈ 12-ാം വയസ്സ് മുതൽ ഇന്ത്യയിലായിരുന്നല്ലോ, അവിടെ പോയി എല്ലാ ഫിലോസഫിയും പഠിച്ചിട്ട് വന്ന് അപ്ലൈ ചെയ്തതാണ് ഈ 3 വർഷത്തേന്ന് പറഞ്ഞു. Bible is not a biography. The purpose of the New Testament is to establish, to prove that Jesus of Nazareth is the Messiah who was expected since from the Old Testament time. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഇൻ്റർപ്രിട്ടേഷൻസ്, ഇപ്പോൾ ട്രിനിറ്റിയെക്കുറിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷൻ സഭയുടെ ഇവിടെ ഉണ്ടായത് ഫാദേഴ്സിൽ നിന്നാണ് സഭയ്ക്ക് കിട്ടിയത്, ഓൺ ദ ബേസിസ് ഓഫ് ബൈബിൾ. തിരുവേനി, എൻ്റെ ചെറുപ്പകാലം മുതൽ കേൾക്കുന്ന നമ്മുടെ സഭയ്ക്ക് സ്വന്തമായിട്ടൊരു വേദോത്സവമുണ്ട്. അത് ഉണ്ടെന്നല്ല, അത് കേൾക്കുന്നതാണ്, സുവിശേഷം മാത്രമേ ഉള്ളെന്ന് കേട്ടു. എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നത് തെറ്റാണ്, ശ്രമിക്കുക. നമ്മുടെ സഭയ്ക്ക് സ്വന്തമായിട്ടൊരു വേദോത്സവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം തന്നെ ഞാൻ ഒരു വേദോത്സവമുണ്ട്, അതിനകത്ത് ഇപ്പോൾ പുതിയ മലയാളം ട്രാൻസ്ലേഷൻ പറഞ്ഞ് വന്ന് വേറെ ദിവസമുണ്ട്. അപ്പോൾ അത് ബാധിച്ച ഘടനയിൽ പലതിലും വ്യത്യാസമുണ്ട്. നമ്മുടെ സഭയ്ക്ക് അങ്ങനെ ഉണ്ടോ, അതോ അതിൽ നമുക്ക് ഇത്രമാത്രം കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റും ഒക്കെ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ പുസ്തകങ്ങളും ഒക്കെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ തക്ക രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നില്ല? അതുകൊണ്ടല്ല ഈ ഇൻ പ്രിൻസിപ്പിൾ കാനോൻ ഓഫ് ദ ബൈബിൾ ഇനി ഉണ്ടാക്കണമെങ്കിൽ എക്യൂമിനിക്കൽ കൗൺസിലിന് മാത്രമേ നടക്കൂ, ടെക്നിക്കലി. അപ്പോൾ അതുകൊണ്ട് ആ വഴിയിൽ ഇനിയും നടക്കത്തില്ല. കാരണം എല്ലാ സഭകളും, ഓർത്തഡോക്സ് സഭകളെല്ലാം കൂടെ ചേർന്നിരുന്ന് കാനോൻ ഓഫ് ദ ബൈബിൾ ഉണ്ടാക്കണം. അത് നടക്കത്തില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ സെപ്റ്റിജന്റ്, പെഷീത്ത,
അതിനകത്തു നിന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ വന്നപ്പോൾ തന്നെ ബൈബിൾ സൊസൈറ്റിയുടെ 66 പുസ്തകം, ഇത് സൺഡേ സ്കൂളിൽ ഇപ്പോൾ ഇതാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ അപ്പോക്രിഫൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ആടിയില്ല. പക്ഷേ നിങ്ങൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പിന്നെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ പരിശോധിച്ചാൽ അറിയാം ഒത്തിരി അധികം ഡിഫറൻസ് ഉണ്ട്. കാനൺ ഓഫ് ദ ബൈബിൾ അവർ ഫിക്സ് ചെയ്തു. നമ്മുടെ സുന്നതോസിൽ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുകയും ഡിസ്കഷനിൽ ഏകദേശം ഒരു ധാരണയാവുകയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ബുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യണമെന്ന്. അപ്പോൾ സഭ അങ്ങനെ ആദ്യം ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഫിക്സ് ദ കാനൺ ഓഫ് ദ ബൈബിൾ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാനൺ ഫിക്സ് ചെയ്യും. ഏകദേശം ഒരു ഡിസ്കഷനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കലി ഇതെന്താ നടക്കാത്തത് എന്ന് ചോദിച്ചാൽ MGOCism ഇതിനു വേണ്ടി ബൈബിൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടല്ല, ഒരു സ്റ്റഡി ബൈബിൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എൻ്റെ മുൻഗാമിയായിരുന്ന തേവലോസ് തിരുമേനി ചെറിയാനച്ഛൻ്റെ സമയത്ത് ജോസഫ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വർക്ക് ആരംഭിച്ചു. ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അത് കുറേ ഫ്ലറിഷ് ചെയ്ത് അതിന് വേണ്ടി തന്നെ ഓഫീസും സംവിധാനവും സ്റ്റാഫും എല്ലാം ഉൾപ്പെട്ട് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും നോട്ടുകൾ അത്യാവശ്യം ട്രാൻസ്ലേഷൻ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചത്. പക്ഷെ ഒരു പ്രശ്നവും ഇതാരെങ്കിലും വായിച്ചു നോക്കിയിട്ട് ഇത് ശരിയാണ് തെറ്റാണെന്ന് പറയണ്ടേ. കുറേ വർഷങ്ങളായിട്ട് ഓരോരുത്തരുടെ കയ്യിലും കൊടുത്തു, അവരെല്ലാം ആ കോപ്പി അവിടെ വെച്ചിട്ടുണ്ട്. ഈ പ്രിപ്പയർ ചെയ്ത സാധനം ഇപ്പോഴും അപ്പം ഇതിന് എക്സ്പേർട്സ് വേണം, അതിന് സമയം മെനക്കെടുത്താനായിട്ടാണ്. ഇപ്പം എന്നോട് വായിക്കാൻ പറഞ്ഞാൽ ഇത് ഞാൻ മലയാളം ഭാഷ വേണേൽ വായിക്കും, പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഗ്രീക്കിൽ പോയിട്ട് ഇത് ശരിയാണോ ഈ വാക്കെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്സ് വേണം. അത് എൻ്റെ കാലം മുതൽ ഞാൻ MGOC ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ നടന്നിട്ട് ഏകദേശം ഉപേക്ഷിച്ച മട്ടാണ്. ഇപ്പം നടക്കാത്തത് എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പം വീണ്ടും ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ സിറിയക്കൽ എക്സ്പേർട്സ് ആയിട്ടുള്ള കുറച്ച് അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നുകൂടെ ആരംഭിക്കാനുള്ള, പിന്നെ ബൈബിൾ സൊസൈറ്റിയുമായിട്ട് ആലോചിച്ചിട്ട് ഇപ്പോൾ നമ്മുടേതായിട്ട് അവർ ഇറക്കി തരാം നമ്മൾ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഈ വർക്ക് നടക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു മൂവ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രാക്ടിക്കലി ഇത് നടക്കാത്തത്. The gender role has changed across generations, but however, like you said before, the ordination of priesthood is only given to men till late. So my question is, if man and woman is equal in the eyes of God, the church ordination also should be equal. Is that possible for our church? No. That is what I said. Because not only the Malankara Orthodox Church, but also the whole Orthodox churches. Because Jesus Christ did not choose a woman as an apostle. Isn't that because of the societal order in that generation? We do not know. ബാക്കി എല്ലാ സമയത്തും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, all through his life, women were part of his ministry, except these two. What is the reason? We do not know. We follow the same old tradition. So do you suggest that women should be more involved or less involved? More involved. ഞാനത് സജസ്റ്റ് ചെയ്തല്ലോ ഇവിടെ. You can all, ഞാൻ പറഞ്ഞ ചർച്ച് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, എക്സെപ്റ്റ് ദ ഓർഡിനേഷൻ ഓഫ് women. That can never be given. പറയാനൊക്കത്തില്ല. We do not know. We do not know. Okay, we expect something good. Thank you. Expect the good, expect the unexpected. തിരുമേനി, ഒരു ചോദ്യം. ബൈബിളിൻ്റെ ഒരു ഹിസ്റ്ററി തിരുമേനി പറഞ്ഞല്ലോ, അതായത് നൂറ്റാണ്ടുകൾ എടുത്താണ് നമ്മുടെ ബൈബിൾ എഴുതിയെന്നുള്ളത്. അപ്പം ഇത് പല കാലഘട്ടത്തിൽ പല രാജാക്കന്മാർ, പല മുക്കുവർ, അങ്ങനെ പല ആൾക്കാർ എഴുതിയതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ എഴുതുന്ന സമയത്ത് ഇവർ ചിന്തിച്ചില്ല ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ഇതൊരു ബൈബിളാകും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇത് ബൈബിളാകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഇത് വേർഡ് ഓഫ് ഗോഡാണ്, ഇത് പല കാലഘട്ടത്തിൽ എഴുതിയ മനുഷ്യർ ദൈവാത്മാവ് കൊണ്ട് എഴുതിയത് കൊണ്ടാണോ നമ്മൾ ഇതിനെ വേർഡ് ഓഫ് ഗോഡ്, ഇതിനെ ഫുൾ ഈ ഇത്രയും പുസ്തകങ്ങൾക്ക് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇതിനെ ആ ഒരു പിക്ചറിലേക്ക് വരുന്നത്? ഇതിന് മെയിൻ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ചിൻ്റെ ടീച്ചിങ്സിൽ കോൺട്രഡിക്ടറി അല്ലാത്ത, ഇപ്പം പിന്നെ ഗോസ്പൽ ഓഫ് തോമസ് ഉണ്ടായിരുന്നു, അതുപോലെ പല ഗോസ്പൽസ് ഉണ്ടായിരുന്നു, അതിനെല്ലാം ഒഴിവാക്കി. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് കാനൻ ഉണ്ടാക്കിയപ്പോൾ എക്സിസ്റ്റ് ചെയ്തിരുന്ന ചർച്ചിൻ്റെ ഡോക്ട്രിനുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യാത്തതും അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുമായ പുസ്തകങ്ങൾ മാത്രമേ ഇൻകോർപ്പറേറ്റ് ചെയ്തു. പിന്നെ ഇതൊരു ഫെയ്ത്താണ്, ഇതൊരു ഫെയ്ത്തൂടെയാണ്. അപ്പോൾ അത് ചർച്ച് ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുക.
ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അത് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എന്നാ പറയുക, മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ പോയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും. ഞാൻ പറയുന്നില്ല 100% ഇത് അങ്ങനെ വന്നതാണെന്ന് പറയാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ചർച്ച്. ചർച്ചിന് തെറ്റ് പറ്റുകയില്ല എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. എൻ്റെ വിശ്വാസം അത്. ചർച്ചിന് അങ്ങനെ ഈ കാര്യത്തിൽ ഒരു തെറ്റുണ്ടാവുകയില്ല. എന്നെക്കാട്ടിലും നമ്മളെക്കാട്ടിലും ഒക്കെ വിശുദ്ധ ജീവിതം നയിച്ച പിതാക്കന്മാർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ഇരുന്ന് എഴുതുകയും ഇതിങ്ങനെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്ത് കിട്ടിയത് കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. നിർത്താം. തിരുമേനി ഒരു ചോദ്യം ഇവിടെ ഉണ്ട് 2 ചോദ്യം, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, പറഞ്ഞു. പ്രാർത്ഥനയെ പറ്റിയാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മുടെ തിരുമേനിയുടെ ക്ലാസ്സിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തി യേശുക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം, നമ്മുടെ വിശ്വാസം അതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സൺഡേ സ്കൂൾ അധ്യാപകരായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ സമൂഹത്തിലും മറ്റു പ്രാർത്ഥനകളിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പ്രാർത്ഥിക്കണം. അതിൻ്റെ ലാസ്റ്റിൽ നേരത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പം പൊന്നേശുവിൻ്റെ വലിയ തിരുനാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കും. അപ്പം ഇത് കേട്ടിട്ട് ഒരു സീനിയറായിട്ടുള്ള അധ്യാപകം എന്ന് പറഞ്ഞ് ഈ പറയുന്ന തെറ്റാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പം ഓർത്തഡോക്സ് അല്ല, മറ്റുള്ളവരും ഓർത്തഡോക്സ് നമ്മുടെ സഭയിലുള്ളവരും പൊന്നേശുവിൻ്റെ വലിയ തിരുനാമത്തിൽ തന്നെ ആമേൻ എന്ന് പറഞ്ഞ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഇനി തൊട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, ഇത് ഏതാണ് ശരി? ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ ആകെ പാടെ പ്രശ്നത്തിലാണ്. നിങ്ങൾ ഈ വാചാപ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരല്ല. പിന്നെ ഈ കാലഘട്ടത്തിൽ മുമ്പേ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഉരുട്ടിപ്പരട്ടി അപ്പച്ചനും അമ്മച്ചിക്കും കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ഒക്കെ ഒരു സുഖമൊക്കെ ഉണ്ടാകാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സഭയുടെ പ്രാർത്ഥന, കരുണയുള്ള ദൈവമേ നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു, നിന്നെ വന്നിക്കുന്നവരുടെ ആവശ്യങ്ങളെ മുടക്കരുത്. ഇതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. So strictly speaking, we are supposed to pray the prayers of the church. പിന്നെ ഞാനും ഇപ്പം വാചാപ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. ഇനി അതിന് ഏറ്റവും കുറഞ്ഞ ട്രിനിറ്റേറിയൻ പ്രയർ ആയിരിക്കണം. ഇനി അങ്ങനെ വാചാപ്രാർത്ഥന നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ നോക്കേണ്ടത് ലിറ്റർജിയുടെ പ്രയർ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ട്രിനിറ്റി ബേസ്ഡ്. എല്ലാ വിശുദ്ധ കുർബാനയുടെയും പ്രാർത്ഥന അവസാനിപ്പിക്കും ഞങ്ങൾ നിനക്കുന്നതിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായി ട്രിനിറ്റിയിലാണ് അവസാനിക്കുന്നത്. ട്രിനിറ്റിയിൽ ആരംഭിക്കുകയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിലും തൃത്വത്തിൽ ആരംഭിക്കുകയും തൃത്വത്തിൽ അവസാനിപ്പിക്കുകയെങ്കിലും ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാസ്റ്റർ പഠിപ്പിച്ച സാധനമാണ്. അതൊക്കെ വെച്ച് കാച്ചുകയാണ്. പ്രാർത്ഥന കേട്ടതിനാൽ നിനക്ക് സ്തോത്രം. എന്തുറപ്പാ പ്രാർത്ഥന കേട്ടതിനാൽ നിനക്ക് സ്തോത്രം. കർത്താവ് നമ്മൾ വീണ്ടും പറയാണ്, കുർബാന എല്ലാം ചൊല്ലിയിട്ട് അവസാനം പറയാണ്, വിധവയുടെ ചില്ലിക്കാശിനു തുല്യമതായി നിന്തിരുസഭയുടെ സുതരിൽ നിന്ന് ഈ തിരുബലിയെ കൈക്കൊള്ളുക. വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക. കേൾക്കണേ കർത്താവെ, കേൾക്കണേ. ഇവിടെ ഉറപ്പിച്ച് പറയാം, കേട്ടെന്നുള്ളത് നല്ല വിശ്വാസം. കേട്ടു. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ലിറ്റർജിയിലും ലൈഫ് സ്റ്റൈലിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഈ ഐക്കണോഗ്രഫി, ഞാൻ ഇന്നലെ ഒരു കുട്ടി എൻ്റെ ഫോട്ടോ വരച്ചോളൂ. ഞാൻ അവളെ ഉടനെ തന്നെ ഓർത്തഡോക്സ് ഐക്കണോഗ്രഫി കാണിച്ചു. വീട്ടിലിരിക്കുന്ന മുഴുവൻ ചങ്കും കരളുമുള്ള കത്തോലിക്ക പിക്ചേഴ്സാണ്. പള്ളി മുഴുവൻ അത് വെച്ചിരിക്കുകയാണ്. അറിയത്തില്ലായിരുന്നു നമുക്കിത് എന്തോ സാധനം എന്നുള്ളത്. സുറിയാനി പാരമ്പര്യം അനുസരിച്ച് ഇതൊന്നുമില്ല, ഒരു സ്ലീവായ അതാണ് ഐക്കൺ. എന്നാൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങളൊന്ന് മാറ്റാം എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇതാണ് ശരിയെന്നും പറഞ്ഞ് കടുപ്പെടുത്തും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവിലെങ്കിലും ഒരു ചേഞ്ച് വരുത്തും. അപ്പൊ ഇതെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിചാരം. ഐക്കണോഗ്രഫി ആയാലും ലൈഫ് സ്റ്റൈൽ ആയാലും ഫുഡ് ഹാബിറ്റ്സ്, നോമ്പ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, എന്തിനാ ഈ 50 ദിവസം നോക്കുന്നത്? പലരും ചെയ്യുന്ന പോലെ ആദ്യത്തെ 10 അവസാനത്തെ 10 പോരായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ഇപ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളേതാണ്ട് കടുത്ത അപരാധം ചെയ്യുന്നത് പോലെ. അവിടെ ഒരാളോടെ ലാസ്റ്റ്. Thank you, Tirumeni, for your informative class. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. I normally tell my students that don't read only the New Testament, because when you read only the New Testament, it's like opening a storybook from the middle and reading. So ഇപ്പം തിരുമേനി ഇന്ന് പറഞ്ഞു you can read from the New Testament. I don't know
whether I'm wrong or... No. നിങ്ങൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ബട്ട് ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഫുൾഫിൽമെന്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ബോത്ത് ബുക്സ് ആർ കണക്റ്റഡ്. അതുകൊണ്ട് എവിടെ വായിക്കണമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ വായിച്ചു. ഞാൻ കണ്ടിരിക്കുന്ന when they start with the New Testament, they don't go to the Old Testament because ഈ tabernacle ഉണ്ടാക്കുന്നത് അത് കുറേ specifications വന്നിട്ടുണ്ട്. It tends to get a little more boring. അപ്പം ഒത്തിരി പേര് അത് പറഞ്ഞിട്ടുണ്ട്, മാം ഇറ്റ്സ് വെരി ബോറിംഗ് ദാറ്റ്. സോ ബട്ട് ഇൻവേരിയബിളി യു ഹാവ് ടു റീഡ് ഇറ്റ്, റൈറ്റ്? യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. എന്നാലേ കണക്ഷൻ കിട്ടത്തുള്ളൂ. ഈ സെയിന്റ് മാത്യു എന്ന് പറയുന്നത് ദ ഗോസ്പൽ ഓഫ് സെയിന്റ് മാത്യു വാസ് പർട്ടിക്കുലർലി റിട്ടൺ ഫോർ ദ ജൂയിഷ് ക്രിസ്ത്യൻ പീപ്പിൾ ഹു ആർ കൺവേർട്ടഡ് ഫ്രം ദ ജൂയിഷ് ഹീബ്രു കമ്മ്യൂണിറ്റി ടു ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ടാണ് മുഴുവൻ സൈറ്റേഷൻസ് എന്താണ് ഏഷ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. To prove that the Jesus of Nazareth is the expected Messiah which was prophesied centuries back by the prophets. അപ്പോൾ അത് ഇതിന്റെ ഫുൾഫിൽമെന്റ് ആണ് ന്യൂ ടെസ്റ്റമെന്റ്. അതുകൊണ്ടാണ് നമ്മൾ ആരാധനയ്ക്ക് ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കുന്നത്. അതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ന്യൂ ടെസ്റ്റമെന്റ് ഓൾഡ് ടെസ്റ്റമെന്റ് വായിച്ചു തുടങ്ങിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, so many teachers over here, എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, എല്ലാ ടീച്ചേഴ്സ് അവരുടെ പിള്ളേർ ബൈബിൾ കൊണ്ടുവരണം എന്ന് പറയണം. ബിക്കോസ് വി ഷുഡ് മേക്ക് ദം റീഡ് ഫ്രോം ദ ബൈബിൾ ദ വേഴ്സസ് ഇൻ ദ ലെസൺസ്. എന്നാലേ പിള്ളേർക്ക് ആ ഒരു റിലേഷൻ വരത്തുള്ളൂ. ടീച്ചേഴ്സും കൂടെ കൊണ്ടുവരണം. ടീച്ചേഴ്സ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ഇഫ് യു അപ്രൂവ് ഫോർ ഇറ്റ് ഡെഫിനറ്റ്ലി. അതെന്താ അത് പറയേണ്ട കാര്യമേ ഇല്ല. നമ്മൾ സൺഡേ സ്കൂളിൽ വരുന്ന ഉടനെ ബൈബിൾ കൊണ്ടുവരണമെന്ന് നമ്മൾ അപ്പോൾ ഇപ്പം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, സൺഡേ സ്കൂളിൽ വരുന്നുണ്ട് എല്ലാ ടീച്ചേഴ്സും കുട്ടികളും ബൈബിൾ കൊണ്ടുവരണം. ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല. നിങ്ങൾ ഇവിടെ ഇപ്പം ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ടത്തെ കുർബാനയ്ക്ക് വന്നാന്നും പറഞ്ഞ് അവസാനം വന്നാൽ പോരാ. നിങ്ങൾ ഞായറാഴ്ച സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചത്തെ കുർബാനയ്ക്കും അറ്റൻഡ് ചെയ്യണം, സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും വേണം. അല്ല ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് കുർബാന. അപ്പോൾ ഈ കുട്ടി എന്തുവാ കാണുന്നത്? ടീച്ചർ കൈമുത്തിൻ്റെ സമയത്താണ് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ടേ ഉപേക്ഷിച്ചിട്ട് പൊക്കളയല്ലേ, പഠിപ്പിക്കാനൊന്നും ഇനി ആരും കാണത്തില്ല കേട്ടോ. തിരുമേനി ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒക്കത്തില്ലെന്നൊന്ന് പറഞ്ഞ് പോയേക്കും. ഞാൻ പറയുന്നത് നമുക്ക് ചില സാക്രിഫൈസ് അതിൻ്റെ പിന്നിലുണ്ട്. കാരണം നമ്മളെ ഒരു പറച്ചിലുണ്ടായിരുന്നല്ലോ, വാട്ട് മങ്കി ഡസ് വാട്ട് മങ്കി സീസ് എന്ന്, അങ്ങനെ കണ്ടൊരു മങ്കി സീസ് മങ്കി ഡസ്. ഈ കുട്ടികൾ നമ്മൾ കാണിച്ചല്ലേ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും താമസിച്ച് വരുവാണെങ്കിൽ തന്നെ കുട്ടികളുടെ മുന്നിൽ കൂടെ വന്നേക്കരുതേ. കാരണം അവർ വിചാരിക്കുന്നത് ഇതിപ്പം വന്നാൽ മതിയെന്ന്. അതുകൊണ്ട് ഇത് രണ്ടും വേദപുസ്തകം കൊണ്ടുവരണം, ടെക്സ്റ്റ് ബുക്കും കൊണ്ടുവരണം, ഉപകരണങ്ങളെല്ലാം കൊണ്ടുവരണം, പള്ളിയിൽ രാവിലെ അവിടെ കാണുകയും വേണം. താങ്ക് യു തിരുമേനി. ദ ക്വസ്റ്റ്യൻസ് ആർ ബ്രിമിങ്. പക്ഷേ നമുക്കിനി 2 സബ് തീം കൂടെ ഉണ്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തീർക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് മൂവ് ചെയ്താലോ? ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ബിഫോർ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സബ് തീം.